സുവിശേഷം പ്ലസ് റിലേഷൻഷിപ്പ് പ്ലസ് കൗൺസിലിംഗ് പ്ലസ് ഇൻഫ്ലുവൻസർ ഒക്കെയായി സോഷ്യൽ മീഡിയയിൽ തരംഗമായ ദമ്പതികൾ. അവരിന്ന് പരസ്പരം ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ചു എന്ന് പോലീസിൽ പരാതിപ്പെടുന്ന അത്രയും അകൽച്ചയിലാണ്. ഇവരിൽ ജിജി എന്ന വ്യക്തിയുടെ ചില പ്രസംഗ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പലയിടത്തും കണ്ടപ്പോഴൊക്കെ ഇവരിതെന്ത് തേങ്ങയാണ് ഈ പറയുന്നത് എന്നൊരു തോന്നൽ വന്നിരുന്നു. റിലേഷൻഷിപ്പ് അഡ്വൈസ് എന്ന് പറയുന്നത് മൊത്തം ടോക്സിക് ആയ കാര്യങ്ങൾ. ചില വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ റിയാക്ട് ചെയ്യണമെന്നും തോന്നിയിരുന്നു. അവരുടെ റിലേഷൻഷിപ്പ് ഉപദേശങ്ങൾ പലതും അത്രയ്ക്ക് അപകടം പിടിച്ചവയായിരുന്നു. സ്നേഹം അങ്ങോട്ട് കൊടുത്താൽ തിരിച്ചിങ്ങോട്ടും കിട്ടും, അങ്ങോട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് കിട്ടാത്തത് എന്നൊക്കെ പറഞ്ഞത് ഒരു സാമ്പിളാണ്. അവരുടെ ഇത്തരം പറച്ചിലുകൾക്ക് ധാരാളം ആരാധകർ ഉണ്ടായിരുന്നു എന്നതാണ് അവരുടെ ഈ വളർച്ചയും ഇപ്പോഴുണ്ടായ പതനവും കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അവരുടെ ചാരിറ്റി പ്രവർത്തനം, ബിസിനസ്, അതിലെ പ്രശ്നങ്ങൾ, അടിപിടി, ഇതൊന്നുമല്ല നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതൊക്കെ ഓൾറെഡി പലരും ചെയ്തു കാണും. എനിക്ക് ഏറ്റവും പ്രശ്നമായി തോന്നിയത് മാതൃകാ ദമ്പതികളായി അഭിനയിച്ച് പലരിലേക്കും അവർ കടത്തിവിട്ട ചില ഐഡിയോളജികളാണ്. നിരപരാധികളായ മനുഷ്യർക്ക് ഞങ്ങൾ തെറ്റാണ് ചെയ്യുന്നതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അങ്ങേയറ്റം ടോക്സിക് ആയ ചിന്തകൾ ഇട്ടുകൊടുത്ത് പല ബന്ധങ്ങളും തകർക്കുകയോ തകർച്ചയുടെ വക്കിലെത്തിക്കുകയോ ഇവർ ചെയ്തിട്ടുണ്ടാകണം. എങ്ങനെയാണ് ഇത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നതെന്നും വളർന്ന് പന്തലിക്കുന്നതെന്നും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ശരിക്കും ഒരു ബിസിനസ് മൈൻഡാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ കുറെ പ്രവാസികൾ കാണുന്നുണ്ടാകും. പ്രവാസികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ പറയാം. പലരും പ്രവാസികളാകുന്നത് ഫാമിലിയുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അപ്പൊ പ്രവാസികൾ നമ്മൾ ആഗ്രഹിക്കാത്ത അൺസർട്ടിനിറ്റീസ് ആയ മരണം, ക്യാൻസർ, ആക്സിഡന്റൽ ഡിസബിലിറ്റി ഒക്കെ സംഭവിച്ചാൽ അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ നേരിടാൻ തയ്യാറായിരിക്കണം. അതിന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞ ലൈഫ് ഇൻഷുറൻസ് ഓപ്ഷനായ ടേം ഇൻഷുറൻസ് ഇന്ത്യയിൽ നിന്ന് തന്നെ എടുത്തു വെക്കുക. 679 രൂപ മാസ പ്രീമിയത്തിൽ തുടങ്ങി 2 കോടി വരെയൊക്കെ കവറേജ് കിട്ടുന്ന പ്ലാൻസ് ഉണ്ട്. ഇന്ത്യയിലെ മികച്ച കമ്പനികളെ താരതമ്യം ചെയ്ത് 1 അല്ലെങ്കിൽ 2 കോടിയുടെ കവറേജ്, എത്ര വർഷത്തേക്കുള്ള കവറേജ്, ക്യാൻസർ ആൻഡ് ആക്സിഡന്റൽ ഡിസബിലിറ്റിക്ക് കവർ ചെയ്യണോ തുടങ്ങിയവ സെലക്ട് ചെയ്ത് എത്ര പ്രീമിയം ആകുമെന്ന് നോക്കി എടുക്കാനുള്ള ലിങ്ക് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വിദേശത്തെ അപേക്ഷിച്ച് 30 മുതൽ 50% വരെ കുറഞ്ഞ ചെലവിൽ ഇന്ത്യയിൽ നിന്ന് ടേം പ്ലാൻ എടുക്കാം. ഇയർലി പ്രീമിയം ഒന്നിച്ചെടുത്താൽ 5% വരെ ഡിസ്കൗണ്ടും കിട്ടും. ക്ലെയിമിന്റെ ആവശ്യം വന്നാൽ അവരുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് എംബസി അറ്റസ്റ്റ് ചെയ്ത ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ ചെയ്തോളും. പ്രവാസികൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. കാലം മാറുന്നതിനനുസരിച്ച് റിലേഷൻഷിപ്പിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിലായാലും സംഭവിച്ചിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഒത്തുപോകാനും അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും കഷ്ടപ്പെടുകയും അത് തുറന്നു പറയാൻ മടിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. പണ്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതങ്ങ് സഹിക്കുക എന്നതായിരുന്നു രീതി, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഇന്നിപ്പോ അങ്ങനെ അല്ലാതെ വരികയും റിലേഷൻഷിപ്പുകൾ ഒരു ട്രാൻസിഷൻ പീരിയഡിലൂടെ കടന്നു പോവുകയും ചെയ്യുകയാണ്. അതായത് പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കണം എന്നുണ്ട്, തുറന്നു പറയാൻ തയ്യാറാണ്, പക്ഷെ എങ്ങനെ പരിഹരിക്കണം, ആരെ സമീപിക്കണം എന്നറിയില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഈ മാതൃകാ ദമ്പതികൾ കേൾക്കാൻ സുഖമുള്ള ചില ഉട്ടോപ്യൻ ചിന്തകളുമായി നമുക്കിടയിലേക്ക് വരുന്നത്. ഒപ്പം ദൈവത്തിന്റെ കൂട്ടും പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ നമ്മുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഓരോന്നായി പറഞ്ഞ് അതിന് പരിഹാരങ്ങളും കൂടി പറഞ്ഞു തരികയാണ്. ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മളിൽ പലർക്കും അത് ഇഷ്ടപ്പെടും എന്നതാണ് ഇതിലെ ബിസിനസ് സൈഡ്. കേൾക്കാൻ സുഖമുള്ള, ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ശരിയെന്ന് തോന്നിക്കുന്ന ചില കാര്യങ്ങൾ ഭയങ്കര വികാരത്തള്ളിച്ചയോടെ പറയുമ്പോൾ കേൾക്കാൻ ഒരുപാട് പേരെ കിട്ടുന്നു എന്ന ഒരു ബിസിനസ് ആണ് ഇവിടെ വർക്കാകുന്നത്. സഹിക്കാനുള്ള കഴിവ് നോക്കിയാണ് ദൈവം ഓരോരുത്തർക്കും പ്രശ്നങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ദൈവം തരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ദൈവത്തിനറിയാം നിങ്ങൾക്ക് ഇതൊക്കെ സഹിക്കാനുള്ള കഴിവുണ്ടെന്ന്. ഇത് ഇവരുടെ ഒരു പ്രസംഗമാണ്. ഏതാണ്ട് ഇതേ ഒരു ലൈൻ തന്നെയാണ് എല്ലാ ഈ ടൈപ്പ് മോട്ടിവേഷൻകാരുടെയും തുറുപ്പുചീട്ടുകൾ. സഹനം, ദാരിദ്ര്യം, വേദന, ഇതിനെയൊക്കെ അങ്ങ് ഗ്ലോറിഫൈ ചെയ്യും. കേൾക്കുമ്പോൾ എന്തോ സംഭവമാണെന്നൊക്കെ തോന്നും. അതുപോലെ തന്നെയാണ് സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും, നിങ്ങൾ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നത് പോലെയാണ് അതും എന്ന് പറയുന്നത്. ബാങ്കിൽ പണം നിക്ഷേപിച്ചാലല്ലേ പണം തിരിച്ചു കിട്ടൂ, അതുപോലെ സ്നേഹം ഹസ്ബൻഡിൽ നിക്ഷേപിച്ചാലേ അത് തിരിച്ചു കിട്ടൂ എന്ന്. അതായത് ഒരാളുടെ സ്നേഹം നമുക്ക് കിട്ടാത്തത് അവരെ നമ്മൾ സ്നേഹിക്കാത്തത് കൊണ്ടാണെന്ന്. ശരിക്കും എന്തൊരു പൊള്ളയായ ടോക്സിക് ആയ വർത്തമാനമാണിത്. സ്നേഹിക്കുന്നവരെല്ലാം തിരിച്ചു സ്നേഹിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുപോലെ വേറൊരു ക്ലിപ്പ് കണ്ടു. അതിൽ പറയുന്നത് സ്ത്രീകൾ നന്നായി വസ്ത്രം ധരിച്ചില്ലെങ്കിൽ ആണുങ്ങൾ മുറിയടച്ചിരുന്ന് അവരെ ഓർത്ത് പലതും ചെയ്യും, അതുകൊണ്ട് നന്നായി വസ്ത്രം ധരിക്കണമെന്ന്. ആ ഒരു ചിന്ത പോകുന്ന പോക്ക് കണ്ടോ. പെണ്ണുങ്ങൾക്ക് സെക്സ് ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ആണുങ്ങൾക്ക് അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പും കണ്ടു. അതായത് സെക്സ് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ കൊടുക്കാനുള്ളവരും ആണുങ്ങൾ വാങ്ങാനുള്ളവരും. ഇങ്ങനെ വളരെ ടോക്സിക് ആയ ഒരുപാട് കാര്യങ്ങൾ പബ്ലിക്കായി പറയുന്ന ഇവരുടെ അടുത്ത് ഉപദേശം തേടി വരുന്നവരോട് ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞിരിക്കാം. ഇവർ പറയുന്നതെല്ലാം മോശമാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. എന്നിരുന്നാലും ഇത്തരം ചില ചിന്തകളെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും നിൽക്കാതെയാണ് പലപ്പോഴും ഇത്തരം മോട്ടിവേഷൻകാരിൽ ആളുകൾ വന്ന് വീണു പോകുന്നത്. ഒരു ഫേക്ക് കോൺഫിഡൻസ്, ഫേക്ക് ഓറയൊക്കെ സൃഷ്ടിച്ചെടുക്കാൻ ഇത്തരം ആളുകൾക്കുള്ള കഴിവാണ് അവരുടെ മൂലധനം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒറ്റ നോട്ടത്തിൽ ശരിയാണെന്ന് തോന്നിപ്പിക്കുന്നതും എന്നാൽ അതേസമയം വളരെ കൺസർവേറ്റീവായ ആളുകളുടെ മൈൻഡ് സെറ്റിനെ തൃപ്തിപ്പെടുത്തുകയും എന്നാൽ ചിലപ്പോഴൊക്കെ ചില പ്രോഗ്രസീവ് കാര്യങ്ങൾ തടിക്ക് തട്ടാതെ പറഞ്ഞ് ഞങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയവരല്ല എന്നൊരു നാട്യം കാണിക്കുകയും ചെയ്താണ് ഇവർ പിടിച്ചു നിൽക്കുക. ഉദാഹരണത്തിന് ജിജി എന്ന വ്യക്തിയോട് ഫെമിനിസത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ആണുങ്ങളെ അടിച്ചമർത്തുന്നതാണ് ന്യൂജൻ ഫെമിനിസം. ഇന്നത്തെ കാലത്ത് ഏകദേശം ആണും പെണ്ണും ഈക്വൽ ആയതുകൊണ്ട് ഫെമിനിസത്തിന്റെ ആവശ്യമില്ല എന്നുമാണ് ഇവർ പറയുന്നത്. വ്യക്തികളെ അടിച്ചമർത്തി
അടിച്ചമർത്തുക, അവരെ ദേഹോപദ്രവം ഏൽപ്പിക്കുക എന്നതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കില്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ടാകുമോ ആവോ. ക്ഷമിക്കുക, സഹിക്കുക, സ്നേഹിച്ച് തിരുത്താൻ നോക്കുക തുടങ്ങിയ വഴികളാണ് ഇവർ സ്ത്രീകൾക്ക് പലപ്പോഴും ഉപദേശിച്ചു കണ്ടിട്ടുള്ളത്. പക്ഷെ ശരിക്കുമുള്ള ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതൊന്നും അത്ര എളുപ്പമല്ല, പ്രാക്ടിക്കൽ അല്ല എന്നൊക്കെ ഇവർക്ക് നന്നായി അറിയാം. എന്നിട്ടാണ് ആളുകളെ ഇങ്ങനെ മധുരം പുരട്ടിയ പൊള്ളയായ വാക്കുകൾ പറഞ്ഞ് കയ്യിലെടുക്കുന്നത്. ഇത്തരം മോട്ടിവേഷൻകാരുടെ ഒരു പ്രധാന പ്രശ്നവും ഇത് തന്നെയാണ്. റിയാലിറ്റിയുമായി ഇവരുടെ പ്രശ്ന പരിഹാര നിർദ്ദേശങ്ങൾക്ക് ഒരു ബന്ധവും ഉണ്ടാകില്ല. കേൾക്കാൻ രസമുള്ള കുറെ നുണകൾ കൊണ്ട് ദാമ്പത്യ ജീവിതത്തെ നന്നാക്കിയെടുക്കാനാകില്ല എന്ന ഒരു യാഥാർത്ഥ്യമെങ്കിലും ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നല്ലത്. റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ വിയേർഡായ ഓവർ റൊമാൻറ്റിസൈസ് ചെയ്ത ഒരുപാട് ഉപദേശങ്ങൾ തരാൻ പലരും ഉണ്ടാകും. ഇപ്പൊ ഇൻസ്റ്റാ തുറന്നാൽ ഇത്തരം റിലേഷൻഷിപ്പ് കോച്ചുകളുടെ അയ്യരുകളിയാണ്. പക്ഷെ അതിൽ പലരുടെയും പൊള്ളത്തരം പെട്ടെന്ന് തന്നെ മനസ്സിലാകുമെങ്കിലും ഇവരെ പോലുള്ളവരെ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരം ആളുകൾ പറയുന്നതും അവരുടെ ശരിക്കുമുള്ള ജീവിതത്തിൽ ഫോളോ ചെയ്യുന്നതും തമ്മിലുള്ള അന്തരമാണ്. അതായത് നല്ല ഇരട്ടത്താപ്പ്. എനിക്ക് ഈ ദമ്പതികളുടെ ലേറ്റസ്റ്റ് വാർത്ത കണ്ടപ്പോൾ ഓർമ്മ വന്ന മറ്റൊരു വ്യക്തി ഈ അടുത്ത് മരണപ്പെട്ട ചാർലി കെർക്ക് എന്ന അൾട്രാ റൈറ്റ് വിംഗ് ആക്ടിവിസ്റ്റിന്റെ ഭാര്യയാണ്. അവരും അവരുടെ മരിച്ചുപോയ ഭർത്താവും പറഞ്ഞിരുന്നത് സ്ത്രീകൾ വീട് നോക്കണം, ഹസ്ബൻഡിനെ സെർവ് ചെയ്തിരിക്കണം, ബിസിനസ് ഒക്കെ നോക്കേണ്ടത് ഹസ്ബൻഡ് ആണ് എന്നൊരു ലൈനിലാണ്. എന്നാൽ ഇപ്പൊ അയാളുടെ ഭാര്യയാണ് അയാളുടെ ബിസിനസ് സാമ്രാജ്യം നോക്കി നടത്തുന്നത്. അതായത് അവർ പ്രീച്ച് ചെയ്യുന്നത് മറ്റുള്ള സ്ത്രീകൾ ഫോളോ ചെയ്താൽ മതി, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുമെന്ന്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഈ ജിജി എന്ന വ്യക്തിയും എന്നാണ് എനിക്ക് തോന്നിയത്. ക്ഷമ, സഹനം, ഇതൊക്കെ നിങ്ങൾ മറ്റു പെണ്ണുങ്ങളായിക്കോ, ഞാനത് പ്രസംഗിക്കും പക്ഷെ എന്നെ അതിന് കിട്ടില്ല എന്ന്. വല്ലാത്ത ഇരട്ടത്താപ്പ് തന്നെയല്ലേ. അപ്പൊ എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. വിവിധ കമ്പനികളെ താരതമ്യം ചെയ്ത് NRIസിന് ടേം ഇൻഷുറൻസ് എടുക്കാൻ വേണ്ട ലിങ്ക് കമന്റിലുണ്ട്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. എല്ലാ പ്രവാസികളും ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യും. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.